കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ചോദ്യപേപ്പർ ചർച്ചയിൽ കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിലെ പ്രിൻസിപ്പാൾ പി അജീഷിനെതിരെ കേസെടുത്തു. ബേക്കൽ പോലീസാണ് കേസെടുത്തത്. ഇമെയിൽ വഴി അയച്ച ചോദ്യപേപ്പർ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാതെ പരീക്ഷയ്ക്ക് മുൻപ് പരസ്യപ്പെടുത്തിയെന്നാണ് എഫ്ഐആർ. സർവകലാശാലയെ വഞ്ചിച്ചെന്നും എഫ്ഐആറിൽ പരാമർശമുണ്ട്. സരീഷ് പി കെ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സരീഷ്, സർവകലാശാല അല്പസമയം മുൻപ് തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പ്രിൻസിപ്പൽ അറിയാതെ ഈ ചോദ്യപേപ്പർ ചോരാൻ ഒരു സാധ്യതയുമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ. കണ്ണൂർ സർവകലാശാലയുടെ BCA 6ാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രിൻസിപ്പലിനെതിരെ രജിസ്ട്രാർ പരാതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പലിന്റെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ബേക്കൽ പോലീസാണ് ഈ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഈ എഫ്ഐആറിൽ പറയുന്നത് എങ്ങനെയാണ്? സർവകലാശാലയിൽ നിന്നും പാലക്കുന്ന് ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ഇമെയിൽ വഴി അയച്ചു കൊടുത്ത കോളേജ് പ്രിൻസിപ്പളായ പ്രതി രഹസ്യ സ്വഭാവം സൂക്ഷിക്കാതെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് മുൻപേ പരസ്യപ്പെടുത്തി സർവകലാശാലയുടെ വിശ്വാസ്യതയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന തരത്തിൽ സർവകലാശാലയെ വിശ്വാസവഞ്ചന നടത്തി എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം 316(4), 318(4) എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ അജീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇത് അറസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കുകയും കൃത്യമായി പരീക്ഷ നടത്തുകയും ചെയ്യേണ്ട ചുമതലയുള്ള പ്രിൻസിപ്പൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തി നൽകി എന്നുള്ളത് ഗൗരവകരമായി കാണേണ്ട ഒരു കാര്യമാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ബേക്കൽ പോലീസ് ഈ കാര്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പ്രിൻസിപ്പലിനെ തന്നെ പ്രതിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി സരീഷ്.